ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെയായ ചക്കക്കുരു ജ്യൂസാണ് അല്ലേ. പണ്ട് കാലം മുതൽ നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്നൊരു സാധനമാണ് ചക്കക്കുരു. എങ്കിലും കുറേ നാളായിട്ട് ആർക്കും വിലയില്ലാതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിരുന്ന സാധനമാണ്. പക്ഷെ അതിൻ്റെ ഒരു ഗുണവും രുചിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് വീട്ടിലെല്ലാവരും ഇരിക്കുകയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചക്കയുടെ സീസണാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ ചക്കക്കുരു കിട്ടും നമുക്ക്. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്ര ടേസ്റ്റിയുള്ളൊരു ജ്യൂസ് തന്നെയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-12 ചക്കക്കുരു എടുത്തിട്ടുണ്ട് കണ്ടോ. അതൊന്ന് അതിൻ്റെ മേലത്തെ പാട കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. കുക്കറിലിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരണത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 4-5-6 വിസിലൊക്കെ അടിച്ചിട്ടൊന്ന് ചക്കക്കുരു നല്ലോണം ഒന്ന് വേവണം കണ്ടോ. ഞാൻ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ പാട കളയണം. ഇപ്പോൾ ഈ ബ്രൗൺ കളർ ശരിക്കും കളയേണ്ട ആവശ്യമില്ല. അതിലാണ് ശരിക്കും അതിൻ്റെ ഗുണങ്ങളുള്ളതെന്ന് പറയും. പക്ഷേ ഞാനിപ്പോൾ ജ്യൂസ് ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഉണ്ടാക്കി കാണിക്കുമ്പോൾ ഒരു വൈറ്റ് കളറായി കിട്ടാൻ വേണ്ടി ആ ബ്രൗൺ കളർ തൊലി ഒന്ന് കളഞ്ഞ് ഇതുപോലെ എടുക്കുകയാണ് കണ്ടോ. ശരിക്കും നമ്മൾ വീട്ടിലടിക്കുമ്പോൾ ഇങ്ങനെ ബ്രൗൺ കളർ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലാണ് ഗുണങ്ങളുള്ളത്. ഇപ്പോൾ നല്ലോണം പൊടിഞ്ഞ ഇതിലുള്ള വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പോൾ ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് അടിക്കുക. ഒരുപാട് പാലൊഴിച്ചാൽ പിന്നെ അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നമ്മൾ ഇഷ്ടത്തിന് എടുക്കുക. അത്യാവശ്യം മധുരം വേണം ഇതിനില്ലേ. അപ്പോൾ ചക്കക്കുരു പുഴുങ്ങിയപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരല്പം ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ നമ്മൾ ചക്കക്കുരു പുഴുങ്ങുമ്പോൾ അല്പം ഉപ്പിട്ട് പുഴുങ്ങിയാലും മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു ബാലൻസായി വരുള്ളൂ കണ്ടോ. ഇപ്പോൾ ഇത് അരച്ചെടുത്തപ്പോൾ കണ്ടോ ശരിക്കും നല്ല വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമൊക്കെ പോലെ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ആവശ്യത്തിനുള്ള പാൽ, ഇത് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു പാക്കറ്റ് പാൽ. അപ്പോൾ അത് ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. നല്ല തണുപ്പിൽ തന്നെ കുടിക്കുമ്പോൾ നല്ല രുചിയാണിത്. പിന്നെ ബാക്കിയുള്ള പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നല്ല കുറച്ച് തണുപ്പിന് ഞാൻ കുറച്ചുകൂടെ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്കയ്ക്ക് പകരം ഞാനിപ്പോൾ ഏലക്കയുടെ ഡ്രോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ നല്ല തിക്കിലല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം വെള്ളം ഒഴിക്കണ്ട. ഞാനിപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഒരു കുടിക്കാൻ പാകത്തിനുള്ള ഒരു ലൂസായി കിട്ടും. നല്ല തണുപ്പിൽ തന്നെ കണ്ടോ. നമുക്ക് നല്ല തിക്കി കുടിക്കണമെങ്കിൽ പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല തിക്കായിട്ട് തന്നെ എടുക്കാം. ഞാൻ ഇവിടെ എല്ലാവർക്കും ഇത്തിരി ലൂസിൽ കുടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അല്പം ലൂസാക്കി തന്നെ എടുക്കുന്നത് കണ്ടോ, ഒരു ജ്യൂസ് പരുവത്തിൽ. മേലെ അല്പം ബൂസ്റ്റ് വെതറി ഞാനൊന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യണം കണ്ടോ. ഈ ഒരു ലൂസിലാണ് കുടിക്കാൻ എനിക്ക് കൂടുതൽ നല്ലതായി തോന്നുന്നത്, ഈ ഒരു ഫ്ലേവർ തന്നെ. ഇനി നമുക്ക് ഫ്ലേവർ വ്യത്യാസം വരുത്തണമെങ്കിൽ നമുക്ക് പിസ്തയുടെ റോസ് എസൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് കളർ ചേഞ്ച് വരുത്താം. ഐസ്ക്രീം ചേർത്ത് അടിക്കാം, മിൽക്ക് മെയ്ഡ്, അങ്ങനെ കൂടുതൽ ടേസ്റ്റ് ആക്കിയിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. ശരിക്കും ഇത് നല്ല തണുപ്പിച്ച് കുടിക്കുമ്പോൾ എന്താ ഒരു ടേസ്റ്റ്, അടിപൊളി ഹെൽത്തി ജ്യൂസാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രെൻഡല്ലേ, ഞാനുണ്ടാക്കിയത് മാത്രം. താങ്ക് യു.